ഹായ് ഗൈസ്, ചെമ്പനീർ പൂവ് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയോട് സുധിയെ പറ്റിച്ച് 30 ലക്ഷം തട്ടിയെടുത്ത ആളെ കണ്ടെത്തി കാശ് തിരിച്ചു വാങ്ങുവാൻ നോക്കണമെന്ന് രവിയേട്ടൻ സച്ചിയോട് പറയുന്നു. ഉടൻ തന്നെ സുധി പറയുന്നത്, അച്ഛാ, അങ്ങനെ അന്വേഷിച്ചു പിടിച്ച കാശ് കിട്ടിയാൽ തന്നെ അത് മുഴുവനും എന്നെ ഏൽപ്പിക്കാൻ പറയണോ അച്ഛാ എന്ന് പറയുന്നു. അതിന് സച്ചി പറയുന്നത്, നീയല്ല ഞാൻ ആ 30 ലക്ഷം കൊണ്ട് നീ ഓടിയതുപോലെ ഓടുകയുമില്ല എന്ന് പറയുന്നു. പിന്നീട് സച്ചി രേവതിയോട് പറയുന്നത്, നീ വിചാരിച്ചാലേ നമ്മുടെ പാർലടുത്തിയുടെ മുഖംമൂടി അഴിക്കാൻ പറ്റൂ. അവരോട് കടം വാങ്ങിയതും വീഡിയോ ആന്റണി പുറത്തുവിട്ടതും ഒക്കെ പറയണം. അപ്പോൾ പാർലറടുത്തിയുടെ മുഖഭാവം നീ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് പ്രകാരം രേവതി ശ്രുതിയോട് പിറ്റേ ദിവസം, ശ്രുതി, നീ 2-3 പേരോട് കടം വാങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ മുഖമാകെ വിളറി വെളുത്തു. ഇനി ആന്റണിയുടെ കയ്യിൽ നിന്നും പലിശയ്ക്ക് കടം വാങ്ങിയത് ഇവർ അറിഞ്ഞു കാണുമോ എന്നാണ് ശ്രുതി ചിന്തിച്ചത്. ഈ ഭാവമാറ്റം നമ്മുടെ രേവതി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ശ്രുതിയുടെ മുഖം മൂടി ഓരോന്നായി അഴിയാൻ തുടങ്ങും. വീണ്ടും ചന്ദ്രമതിയുടെ തല്ലും കൊണ്ട് പുറത്തു പോകേണ്ടി വരുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ഇതൊക്കെയാണ് പ്രൊമോ ആയി കാണിച്ചത്. പ്രൊമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ അടിപൊളി പ്രൊമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.